വിയർപ്പ് കണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സുമേഷിന്റെ പുറത്തേക്കൊരു ശ്വാസത്തള്ളിച്ചയോടെ വീണ് കിടക്കുമ്പോഴും അപർണയുടെ കണ്ണുകൾ ഉടക്കി നിന്നത് അവന്റെ വെളുത്ത് ചോരയിട്ടും വിധം തെളിഞ്ഞു നിൽക്കുന്ന ശരീരഭാഗങ്ങളിലാണ്. വെളുത്ത് ദൃഢമായ സുന്ദരമായ ശരീരമാണ് സുമേഷിന്. ആ വെളുപ്പിന് അഴകേറ്റാൻ എന്ന പോലെ അവന്റെ ശരീരം നിറഞ്ഞു തന്നെ നല്ല കറുത്ത രോമങ്ങളുമുണ്ട്. അപർണയുടെ നോട്ടം സുമേഷിന്റെ ശരീരത്തിൽ നിന്ന് തെന്നി നീങ്ങി അവന്റെ പുറത്തായിരിക്കുന്ന തന്റെ വലം കൈയെത്തി നിന്നു. കാക്ക തേങ്ങാപ്പൂള് കുത്തിയ പോലെ. തങ്ങളുടെ കല്യാണ ദിവസം തങ്ങളെ ഒരുമിച്ച് കണ്ട തന്റെ അമ്മായിയമ്മ പറഞ്ഞ ഉപമയാണ് അവൾക്കപ്പോൾ ഉള്ളിൽ തെളിഞ്ഞത്. സുമേഷിന്റെ ശരീരത്തിലെ രോമത്തിനും തനിക്കും ഒരേ കളറാണെന്ന ചിന്ത വീണ്ടും ഉയർന്നു തെളിഞ്ഞു അവളിലപ്പോൾ. അപ്പൂസേ, കിതച്ച് തളർന്നോടി പെണ്ണെ നീ. ഒച്ചയനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ഉറങ്ങിപ്പോയേ നീ അപ്പൂസേ? തൻ്റെ പുറത്തലസം കിടന്നവളിൽ അനക്കമൊന്നും ഇല്ലാന്ന് കണ്ടതും തൻ്റെ പുറകിലേക്ക് കൈനീട്ടി അപർണയെ തട്ടി വിളിച്ച് ചോദിച്ചു സുമേഷ്. ഉറങ്ങിയില്ല സുമേഷേട്ടാ, ഞാനേ എന്തോ ഓർത്ത് കിടന്നു പോയതാണ്. അവൻ്റെ പുറത്തൂടെ തന്നെ ഉരുണ്ടൊന്ന് അവന് മുൻപിലായി വന്നു കിടന്ന് പറഞ്ഞ അപർണ, ഈ നേരത്ത് എന്താലോചിക്കാനാണ് എൻ്റെ അപ്പൂസേ? ഇത് നമ്മുടെ മാത്രമായ സന്തോഷ നിമിഷങ്ങളല്ലേ? നമ്മൾ നമ്മളെപ്പറ്റി മാത്രം ഈ നേരം ചിന്തിക്കാൻ പാടുള്ളൂ. മുന്നിൽ അലസം കിടക്കുന്നവളിലൂടെ കണ്ണോടിച്ച് അവളുടെ ചിതറിക്കിടക്കുന്ന മുടിയിഴകൾ അത്രയും സ്നേഹത്തിൽ ഒതുക്കി വെച്ചൊരു കുഞ്ഞുമ്മ അവളുടെ കവിളിലായി നൽകി സുമേഷ് പറയുമ്പോഴും അപർണയുടെ നോട്ടം ചോര തെട്ടെടുക്കും വിധം ചുവന്നു കിടക്കുന്ന അവൻ്റെ മുഖത്തും നിറയൊത്ത അവൻ്റെ പല്ലിലും തിളങ്ങുന്ന അവൻ്റെ വിടർന്ന കണ്ണുകളിലുമാണ്. ഈശ്വര, എന്തൊരു ചന്തമാണ് എൻ്റെ ചെക്കന്! എന്നും എപ്പോഴും ഇനിയുള്ള ജന്മങ്ങളിലും ഈ ചെക്കനെ എനിക്ക് തന്നെ തരണേ ദൈവങ്ങളെ. മനസ്സിലോർത്ത അപർണ സുമേഷിനെ വീണ്ടും വീണ്ടും നോക്കി മനസ്സിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചതും ഒന്ന് കുറുകി സുമേഷിന്റെ കണ്ണുകളും മുഖവും അവൾക്ക് നേരെ. തൻ്റെ മുന്നിൽ തന്നിൽ ലയിച്ചെന്ന പോലെ കിടക്കുന്നവളുടെ മനസ്സിലോടുന്നത് കുനിഷ്ടു പിടിച്ച മറ്റെന്തോ ചിന്തകളാണെന്ന് ഊഹിച്ചവൻ, ഒന്നുമില്ലെങ്കിലും കൊല്ലം ഒന്നാവാറായില്ലേ ഇങ്ങനെ ഒരുവളെ പ്രാണനായി നെഞ്ചിൽ കുടിയിരുത്തിയിട്ട്. സുമേഷിന്റെ നോട്ടവും തന്നിൽ നോട്ടം കുരുത്തിരിക്കുന്നവളിലേക്ക് ഒതുങ്ങി. സുമേഷേട്ടാ, ഏട്ടന് ലീവ് കിട്ടുന്ന ഒരു ദിവസം നമുക്ക് നല്ലൊരു സ്കിൻ ഡോക്ടറെ കാണാൻ പോകണം കേട്ടോ. കുറേ വൈകണ്ട, അടുത്ത് തന്നെ പോകാം. തന്നെ നോക്കുന്ന സുമേഷിനെ അറിഞ്ഞതും തൻ്റെ ഉള്ളിലെ കള്ളത്തരം ഒളിപ്പിക്കാനെന്ന പോലെ അവൻ്റെ നെഞ്ചിലായി പറ്റിക്കൂടിക്കിടന്നാണ് അവളുടെ ആ സംസാരം മുഴുവൻ. തന്നിലേക്ക് പറ്റിച്ചേർന്ന് അണഞ്ഞു പറയുന്നവളുടെ വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് തൻ്റെ ശരീരം കൊണ്ട് തൊട്ടറിഞ്ഞു സുമേഷ്. സുമേഷ് ഏട്ടൻ്റെ അപർണമോളെന്ന് ഇവിടെ നിന്ന് എഴുന്നേറ്റിരുന്നേ. ഏട്ടനെന്ന് 2 കാര്യങ്ങൾ ചോദിക്കാനാണ്. തന്നിലേക്ക് പറ്റിച്ചേർന്നിരിക്കുന്നവളോട് പറയുന്നതിനൊപ്പം തന്നെ ബലമായി അവളെ തൻ്റെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി ബെഡിലേക്ക് ഇരുത്തിയവൻ. തൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ അങ്ങിങ്ങ് നോട്ട പെയ്തിരിക്കുന്നവളെ പ്രണയത്തോടെ നോക്കിയിരുന്ന അല്പനേരം സുമേഷും. ഇരുണ്ട നിറമാണ് അപർണയ്ക്കെങ്കിലും സുമേഷിനെ വല്ലാതെ ആകർഷിക്കുന്നൊരു വശ്യ സൗന്ദര്യമുണ്ട് അപർണയിൽ. അതവളുടെ കണ്ണാണോ ചുണ്ടാണോ എന്നൊന്നും പറയാൻ അവനും അറിയില്ല. പക്ഷേ അപർണ എന്ന പെണ്ണിൽ നിന്ന് സുമേഷിൻ്റെ ജീവനും ജീവിതവുമെല്ലാം. സ്കിൻ ഡോക്ടറെ ആർക്കു വേണ്ടിയാണ് അപ്പൂസെ കാണുന്നത്? എനിക്ക് വേണ്ടിയാണോ? നിനക്ക് വേണ്ടിയാണോ? തന്നിൽ നോട്ടമുറപ്പിക്കാതെ അലസം മിഴികൾ അങ്ങിങ്ങ് പായിച്ചു നിൽക്കുന്ന അവളുടെ തുടുത്തു മലർന്ന ചുണ്ടിലൊന്നും മുത്തി സുമേഷ് ചോദിച്ചതും അവനെ കണ്ണുരുട്ടി നോക്കി അപർണ. സുമേഷേട്ടൻ എന്നെപ്പോലെ നിറം കുറഞ്ഞിട്ടാണോ ഇരിക്കുന്നത്? സ്കിൻ ഡോക്ടറെയൊക്കെ കാണാൻ? ഇതെനിക്ക് കാണാനാണ്. വല്ല മരുന്നും ഗുളികയും കഴിച്ചാൽ നിറം ഇത്തിരി കൂടിക്കിട്ടുമെന്നറിയാൻ വേണ്ടി. ആദ്യം അവനോട് ദേഷ്യപ്പെട്ടെന്ന പോലെ സംസാരിച്ചു വന്നെങ്കിലും ഒടുവിൽ സങ്കടമാണ് അപർണയുടെ ശബ്ദത്തിൽ നിറഞ്ഞത്. അത് തിരിച്ചറിഞ്ഞതും തൻ്റെ പെണ്ണിനെ കണ്ണു മിഴിച്ചെന്ന പോലെ ഒന്ന് നോക്കി സുമേഷ്. നോക്കിയത് കണ്ടു നിറയാനൊരുങ്ങുന്ന അവളുടെ മിഴികളെ. ഇന്ന് നിന്റെ വീട്ടിൽ നിന്ന് ആരാ പോ ഇങ്ങോട്ട് വന്നത്? നിന്റെ ചേച്ചിയോ അതോ അമ്മായിയമ്മയോ? ചോദിക്കുമ്പോൾ ദേഷ്യം പ്രകടമാകും വിധം തെളിഞ്ഞു നിന്നിരുന്നു സുമേഷിന്റെ ശബ്ദത്തിലും. ചോദിച്ചത് കേട്ടില്ലേ അപ്പോ? അവളുടെ മൗനം കണ്ടതും അവന്റെ ചോദ്യത്തിന് കനമേറി. രണ്ടാളും വന്നു. മറുപടി പറയുമ്പോൾ അവനെ നോക്കിയതേയില്ല അപർണ. കളിയാക്കിയോ അവരുടെ അപ്പൂസിനെ? അതോ കുറ്റപ്പെടുത്തിയോ? അപർണയുടെ ചേച്ചിയും അമ്മായിയമ്മയും നന്നായി അറിയാവുന്ന സുമേഷിന്റെ ചോദ്യത്തിൽ അപർണയോടുള്ള അളവില്ലാത്ത സ്നേഹം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു. ഞാൻ നിറം കുറഞ്ഞതുകൊണ്ട് നമുക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങളും എന്നെപ്പോലെ ആവുമെന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ചു രണ്ടാളും. പിന്നെ വീർപ്പിച്ചു വെച്ച കവിളും ഒഴുകുന്ന കണ്ണുനീരുമായി പറഞ്ഞു തുടങ്ങിയവൾ പാതിയിൽ നിർത്തിയതും അവളെ നെഞ്ചു വിങ്ങുന്ന സ്നേഹത്തോടെ ഒന്ന് നോക്കി അവനും. പിന്നെന്താ അവർ പറഞ്ഞത്? അവൾ നിർത്തിവെച്ചിടത്ത് നിന്ന് വീണ്ടും ചോദിച്ചു അവൻ. ഉണ്ടാവണ കുഞ്ഞും എൻ്റെ പോലെ ആവുമെന്ന് കരുതിയിട്ടാണത്രേ സുമേഷേട്ടൻ എനിക്കൊരു കുഞ്ഞിനെ തരാത്തത്. എന്നോട് ഏട്ടൻ കാണിക്കുന്നതൊക്കെ
കള്ളസ്നേഹമാണെന്നും പറഞ്ഞവർ. ഓർത്തോർത്ത് പറയുന്നവളെ തൻ്റെ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ച് ശ്വാസം ഒന്നയച്ചവൻ. എൻ്റെ പൊന്നു കൊച്ചേ, നാട് നീളം നടന്ന് 10-11 പെണ്ണ് കണ്ടവനാണ് ഞാൻ. അതും വെളുത്തു തുടുത്തതും ചുവന്നുമെല്ലാം ഇരിക്കുന്ന പെൺകുട്ടികളെ. എന്തിന്, നിന്റെ ഈ അമ്മായിയമ്മയുടെ ആ വെള്ളപ്പാറ്റ മകളെയും ഞാൻ ചെന്ന് കണ്ടിട്ടുണ്ട് പെണ്ണ്. എനിക്ക് അവരെ ഒന്നും എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാനോ എൻ്റെ ശരീരവും മനസ്സും പകർത്തു കൊടുക്കാനോ സ്നേഹിക്കാനോ തോന്നിയിട്ടില്ല. ഈ പറഞ്ഞതെല്ലാം എനിക്ക് തോന്നിയത് എൻ്റെ ഈ അപ്പൂസിനെ കണ്ടപ്പോഴാണ്. കണ്ട നിമിഷം കൂടെ കൂട്ടാനും നെഞ്ചോട് ചേർക്കാനും എല്ലാം തോന്നിയത് എൻ്റെ ഈ കുറുമ്പിയെ കണ്ടിട്ടാണ്. അവളുടെ നെറുകയിൽ ഒന്ന് ആഴ്ത്തി മുത്തി സുമേഷ് പറഞ്ഞു നിർത്തുമ്പോൾ പ്രണയം നിറഞ്ഞു വിടർന്ന മിഴികളോടെ അവനെ നോക്കി അപർണ. ഇതൊക്കെ ഞാൻ എത്ര വട്ടം പറഞ്ഞതാ പെണ്ണെ നിന്നോട്. പിന്നെ എന്തിനാ വല്ലവരും വല്ലതും പറയുന്നത് കേട്ട് ഈ കണ്ണിങ്ങനെ നിറച്ചു വെക്കുന്നത്? അവർക്കുള്ളത് ഞാൻ നാളെ തന്നെ കൊടുത്തോളാം. ഇനി എൻ്റെ കൊച്ചിനെ വേദനിപ്പിക്കാൻ അവർ ഈ വീടിൻ്റെ പടി കയറി വരുന്നത് എനിക്കൊന്ന് കാണണം. അപർണയെ ആശ്വസിപ്പിച്ച് പറയുന്നവൻ്റെ ശബ്ദത്തിൽ അവളെ വേദനിപ്പിച്ചവരോടുള്ള ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു. സുമേഷിന്റെ വാക്ക് കേട്ട ഒരു ചിരിയോടെ അവന്റെ നെഞ്ചിൽ പതുങ്ങിക്കിടന്നുറങ്ങാൻ ശ്രമിച്ചതും അപർണ അവളുടെ ഇടുപ്പിലായി അമർന്നു സുമേഷിന്റെ കൈകൾ. അമ്മായിനെയും ചേച്ചിയെയും തിരിച്ച് ഞാൻ വല്ലതും പറയുന്നതിനേക്കാൾ നല്ലതല്ലേ അപ്പൂസേ? എൻ്റെ അപ്പൂസ് ഈ കുഞ്ഞു വയറിനകത്ത് എൻ്റെ കുഞ്ഞുവാവയും ഇട്ട് അവരുടെ മുന്നിലൂടെ അങ്ങോളം ഇങ്ങോളം നടക്കുന്നത്. നമുക്കിപ്പോൾ മുതൽ ആ നടത്തം നടക്കുവാനുള്ള ശ്രമം ആരംഭിച്ചാലോ അപ്പൂവേ? ഇടുപ്പിലമർന്ന കൈകൾക്കൊപ്പം കാതിൽ സ്വകാര്യം പോലെ പറയുന്നവനെ തന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ അപർണ ശ്രമിച്ചതും കൂടുതൽ കരുത്തോടെ വീണ്ടും അവളിലേക്ക് തന്നെ വന്നവൻ. അവരുടെ സ്നേഹക്കൊട്ടാരം പണിയാൻ. ആ മുറിക്കുള്ളിൽ അവരുടെ ചിരി ഉയർന്നതും അങ്ങ് ദൂരെ ആകാശത്തൊരു കുഞ്ഞു നക്ഷത്രം ആ സ്നേഹക്കൊട്ടാരത്തിലെ കുഞ്ഞതിഥിയായി വരാനുള്ള യാത്രയും തുടങ്ങിയിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.